പരലി പരലി പൂവാലി പരലി കിട്ടിയിട്ടുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ളത് പാറമെഴുകല്ലേ കുറച്ചുള്ളൂ. ബാക്കി ചാലക്കുടി മണ്ണിന്റെ പേരില്. ഇന്നത്തെ എൻ്റെ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനുള്ളത് പ്ലാഴിപ്പുഴയിലാണ്. ഇതുവഴി പോകുമ്പോൾ രണ്ടുപേര് വലയിടുന്ന് കണ്ടു. വന്ന് നോക്കിയപ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാർ തന്നെയാണ്. ഇന്നലെ പെയ്ത മഴയിൽ കയറിയ വെള്ളമാണ് കേട്ടോ അത്. ഈ ഭാഗത്ത് ഒരു വലയിട്ട് വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? നിറയെ പുല്ല് വളർന്ന് നിൽക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ധാരാളം മീനുകൾ കയറി നിൽക്കുക. ചാടി കിടക്കട്ടെ. വലയിട്ടതിൻ്റെ മേലെ കൂടെ വേണം ചാടി കിടക്കാൻ. ശ്രദ്ധിച്ചു പോയില്ലെങ്കിൽ പണി കിട്ടും. ഇടയ്ക്ക് വല്ല കുഴിയോ വല്ലതൊക്കെ ഉണ്ടാവും. നീ അതെയാ? അവർ പറഞ്ഞു തന്ന വഴി കൂടെ തന്നെ വന്നു. പുഴയിൽ ഇങ്ങനെ നിന്ന് പിടിക്കാനൊരു ധൈര്യം വേണ്ടോ. ഒടുവിൽ ഞാൻ അവരുടെ അടുത്തെത്തി കൂട്ടുകാരെ. ചെറിയ പരലല്ലേ? ഇത് പള്ളാത്തി എന്നൊക്കെ പറയണതാണല്ലേ അല്ലേ? വയമ്പ് കലാമണിന്റെ പടത്തിലെ കോലാൻ 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 ഇഷ്ടം പോലെ കിട്ടും. പുഴയിൽ പിന്നെ ഫുള്ള് കോലാനല്ലേ? കലാമണിന്റെ പടത്തിൽ പറഞ്ഞ വഴി ആ പരലി പരലി പൂവാലി പരലി പൂവാലി കുറെ നേരമായി വന്നിട്ട്. 10 മിനിറ്റ് ആകുമ്പോഴേക്കും ഒരു കവറിലുള്ള കിട്ടിയില്ലേ? മറ്റവിടെ വേറെ കിട്ടിയിട്ടില്ലേ? ഇവിടെ അത്ര ഒഴുക്കില്ല അല്ലേ? ആ ഭാഗത്ത് നല്ല ഒഴുക്കുണ്ട്. വലയിട്ടിട്ട് അരമണിക്കൂർ ആകുമ്പോഴേക്കും അത്യാവശ്യം മീൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ അവർക്ക്. ഇന്ന് മറ്റാൾ ഇറങ്ങിയിട്ടില്ലല്ലോ പുഴയിൽ. നിങ്ങളുടെ ഡ്യൂട്ടിയാണല്ലേ? വർക്കില്ലാത്ത കാരണേ കറിയാക്കിയാള് കിട്ടുമല്ലോ. പരല് പെറുക്കിയെടുക്കാൻ നല്ല പണിയാണ്. നല്ല പണിയാണ്, റിസ്ക്കാണ്. ഈ ചെറിയ പൊടി വലല്ലേ നല്ല തണുപ്പുണ്ട്. സതിയേട്ടൻ, രമേശ് ഏട്ടൻ, രാകേഷ് ഏട്ടൻ, ഇവരാണ് പ്ലാഴിപ്പുഴയിലെ ഇന്നത്തെ മീൻപിടുത്തക്കാർ. പരല് പെറുക്കല് നല്ല പണിയല്ലേ? എന്നാ വലിയ മീനാണെങ്കിൽ ചൊടിയനോ വല്ലതൊക്കെ ആണെങ്കിൽ അതിന്റെ വല കെട്ടിണ്ട്. പക്ഷേ പുഴയിലധികം ചൊടിയും കിട്ടുമോ? കിട്ടും. അതിന്റെ വല കെട്ടിണ്ട്, അതിൽ പെട്ടാപ്പെടും. അതെ, കിട്ടിയിട്ടൊക്കെ ഉണ്ട്. മറ്റേ തിലോപ്പി വാള അപ്പുറത്തുനിന്നേ തോണിക്കടവന്ന്. ഞാൻ മുക്കുവനല്ല കേട്ടോ, ഞാൻ ഇന്നൊരു ദിവസം ലീവിന്റെ പുറത്ത് കറിയാക്കിയാളെ. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് വരൂലേ? ഇടയ്ക്കിടയ്ക്ക് ലീവുള്ള ദിവസം വരും, കറിയാക്കിയാളെ കൊണ്ടുപോകും. മാസ്റ്റർ മുക്കുവൻ മാസ്റ്റർ അവിടെ ഇരിക്കുന്നുണ്ട്. ആൾക്കിന്ന് റെസ്റ്റാണ്, മുക്കുവിന് റെസ്റ്റാണ്. ഈ മഴ പെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ മീൻ പറഞ്ഞാൽ എന്തുകൊണ്ടാ സതിയേട്ടാ? ഈ കലങ്ങിയ വെള്ളം ആയതുകൊണ്ടാണ് മീൻ കയറുന്നത്. തെളിഞ്ഞ വെള്ളത്തിൽ മീനിന് കണ്ണ് കാഴ്ച കൂടുതലാണ്, അത് കാണുമ്പോൾ മാറിപ്പോകും. അപൂർവം കുറച്ചൊക്കെ പെടും പരല്. ഈ ചാകര കിട്ടുന്നത് കലങ്ങിയ വെള്ളം. കാഴ്ച കമ്മിയാവും. കാഴ്ച തിരിച്ചറിയാൻ നല്ല തണുപ്പുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു വലയിടാൻ അത്ര പാടില്ല തോന്നണം, പക്ഷേ ഇങ്ങനെ പെറുക്കിയെടുക്കാനാണ് പാട്. ഇങ്ങനെ ഓരോന്ന് പെറുക്കിയെടുക്കുമ്പോഴേക്കും സമയവും പോവും. ഇതിപ്പോ തീരൊന്നുമില്ല, നോക്കി നോക്കി നീ എടുത്തതിനെക്കാട്ടുണ്ട്. ഇതിപ്പോ എടുത്തതിനെക്കാട്ടുണ്ട് അവിടേക്ക് എടുക്കാൻ. അതും കൂടാതെ അപ്പുറത്തും ഉണ്ട്. ഇതിലൊരു ഗ്ലാസ് ടൈപ്പ് പരലുണ്ട്. ഈ പരല് ഞങ്ങൾ അധികം ഒഴിവാക്കും, കാരണം അധികം മുള്ളാണ്, എടുക്കാനും ബുദ്ധിമുട്ടാണ്, ശരിക്കും ബുദ്ധിമുട്ടാണ്. ചെറിയ ടേസ്റ്റും കമ്മിയാണ്. അപ്പൊ അത് ഈ വലയിൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് അത് കളയണത്. അത് കേറിട്ട് എടുക്കും. കേറിട്ട് എടുത്തില്ലെങ്കിൽ സ്മെല്ല് വരും. ഓ, ചാറ് വെക്കുമ്പോൾ നല്ല മുള്ളുണ്ട് അല്ലേ അതില്? പരലിനെക്കാട്ടും ഉണ്ട്. കുട്ടികൾക്ക് അധികം കൊടുക്കാൻ പറ്റില്ല. പരലും പള്ളാത്തിയല്ല, അത് വേറെ തരം അല്ലേ? പള്ളത്തി പറഞ്ഞാൽ പോട്ടെ, പള്ളത്തി ഇതിലില്ല, പരല് മാത്രമേ ഉള്ളൂ. ഈ കറുത്ത ഇതുള്ളത് അതല്ലേ? പകിരി. കണ്ടില്ലേ, വല നിറയെ പെടക്കണ മീൻ, പെടക്കണ പരല്. താല്പര്യവും ക്ഷമയും വേണം ഇങ്ങനെ മീൻ പിടിക്കാൻ. അവർക്കേ ഇത് പറ്റൂ. അരമണിക്കൂറല്ലേ? ഇനി ഇത് കഴിയുമ്പോൾ 1 മണിക്കൂർ മേലെ വേണം. ചുറ്റിക്കോ? ഇത് അങ്ങോട്ട് എത്തണം. വിറയ്ക്കാൻ തുടങ്ങിയില്ലേ? രക്ഷയില്ല, നല്ല തണുപ്പ്. തോർത്തിട്ടുണ്ടല്ലോ, അതന്നെ വലിയ കാര്യല്ലേ? ബുദ്ധിമുട്ടാണ്. തണുപ്പ് ചെയ്തതാണ്.
നീർനായ കടിക്കാൻ ചെന്നാ അതെ. ഇവിടെ നീർനായുണ്ടാ? നീർനായുണ്ടാ? അപ്പുറത്ത് പോയി അപ്പുറത്തുണ്ട്. ആ മറ്റേ കൂടി ചേരണതില്ലേ കൂട്ടിനമുക്കില്. ആ അവിടെ ചെറിയ കണ്ണിയിലല്ലേ 1.5 കണ്ണിയാണേ തലയൊക്കെ കളഞ്ഞു. അതില് പരല് മാത്രല്ലേ പെടുള്ളൂ, ചെറിയ കണ്ണി ആയതുകൊണ്ട്. പിലോപ്പി പെടും, മുള്ളുള്ള ടൈപ്പ് പിലോപ്പി ഇല്ലേ, അത് ചിറ്റിയപ്പെടും. അതായത് ചെറിയ കണ്ണിയല്ലേ, പരല് പ്രതീക്ഷിച്ചിട്ട് കണ്ടില്ലേ, ചെറിയ കണ്ണിയാണ്, അതുകൊണ്ട് ഇങ്ങനത്തെ പരല് മാത്രമേ ഇതിൽ പെടുള്ളൂ. ഇനി അത് അടുത്ത് അത് പൊക്കി നോക്കിയോ? മറ്റേത് വലിയ കണ്ണികള് വലുതാണ്, അത് എടുക്കും ലാസ്റ്റ് പോകുമ്പോ എടുക്കും. അത് ഇരുട്ടാവൂലേ? ഇല്ല എടുക്കും. ആ ഭാഗത്തും കൂടി വലയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വലിയ കണ്ണിയാണ്. അപ്പോൾ അത് കുറച്ച് കഴിഞ്ഞിട്ട് പോയിട്ട് അവിടെ നിന്ന് നമുക്ക് എടുക്കാം. അപ്പോൾ അത് കാണിക്കാം. എവിടെ? മെഴുക്, പാറ മെഴുക് അല്ലേ? അത്ര പെട്ടെന്ന് അങ്ങോട്ട് കിട്ടൂല, മെഴുക്കാണ്. വഴുക്കിൽ കൂടുതലുണ്ടോ പാറ മെഴുകില്? അതെന്താ ചാലക്കുടി മണ്ണിന്റെ പരലെന്ന് പറയുന്നത്? ആ പരല് കണ്ടിട്ടാണ് ആള് പാട്ട് പാടിയത്. ഏത്? ആ പരലി പരലി പൂവാലി പരല്. കലക്കിട്ടാ ഞാൻ ഇപ്പഴാ അറിയണത്. സത്യം, ഓരോ അറിവും ചെറുതലാന്ന് പറയണില്ലേ. അങ്ങനെയാണല്ലേ ആ പരലി പരലിന്ന് പാട്ടുണ്ടായത്. എന്തായാലും അടിപൊളി. കണ്ടില്ലേ, ഇത്രയും പാടുപെട്ടാണ് ഓരോ മീനും ഇങ്ങനെ വലയിൽ നിന്ന് ആളെടുക്കുന്നത്. സംഭവം എന്തായാലും ഇരുട്ടായി, പക്ഷെ ഇതുവരെയായിട്ട് അവർ മീൻ എടുത്ത് കഴിഞ്ഞിട്ടില്ല. മൊത്തം എടുക്കാൻ പറ്റിയില്ല അല്ലേ? ഒടുവിൽ അങ്ങനെ വല ഒരു ചുരുട്ടി കൂട്ടി കൊണ്ടുവരുന്നുണ്ട്. കുറച്ചുള്ളൂ, ബാക്കി ഇത് എടുക്കാൻ വേണം. നിങ്ങളെ പിടിക്ക് ചേട്ടാ. ഇനി മൊത്തം എടുക്കാനുള്ളതാട്ടോ, അത് ബാക്കിയുള്ളത് അല്ലേ മൊത്തം പരല. ഒരു മിനിറ്റ്. ഇതാണ് പറയുന്നത് ഒരു വല നിറയും മീൻ. ഇപ്പോൾ ഒരു വലുത് കിട്ടിയിട്ടുണ്ട്, അത്യാവശ്യം വലിപ്പമുള്ളത്. ഈ മീനൊക്കെ നേരത്തെ കിട്ടിയതാണ്, ഞാൻ വരുന്നതിന് മുന്നേ. ആ കവറിലും ഈ ചാക്കിലും പിന്നെ വലയിലും കൂടി ഏകദേശം 7 കിലോ ഉണ്ടാവും മീൻ. ഇതാണ് മുള്ളുള്ളത് എന്ന് പറഞ്ഞല്ലേ, അതിൽ ചെറുതാണ് കിട്ടിയിരിക്കുന്നത്. നേരത്തെ എടുത്ത വലയിൽ നിന്ന് കിട്ടിയതാ. അപ്പോൾ അവരെടുത്തോണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ പേര് പകിരീൻ്റെ വലുത്. പരലനല്ലേ പിന്നെ